നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വന്തം. സെയിം ഹോൾഡ് സ്റ്റോറി പൊട്ടി, നല്ല വൃത്തിക്ക് പൊട്ടി. അല്ല എന്തോ പറയാനാണ്. ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC-യോട് 3-1 ഇതാ പൊട്ടിയിരിക്കുന്നു. സ്വന്തം മൈതാനത്ത് ഇങ്ങനെ പൊട്ടലൊരു തുടർക്കഥയാവുകയാണ്. ആകെ ഒരു പോയിന്റ് കിട്ടിയത് FA മത്സരത്തിൽ കഴിഞ്ഞ കളി കിട്ടിയതാണ്. ഇപ്പോൾ വീണ്ടും പൊട്ടി. 3-1 പൊട്ടൽ. ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർമാർ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. കെവിൻ യോക്കിൻ്റെ ഒക്കെ മികച്ച റണ്ണുകൾ, നല്ല അവസരങ്ങൾ ഉണ്ടാക്കി പെനാൽറ്റി ബോക്സിലേക്കൊക്കെ എത്തുന്നു. അവിടുന്ന് പിന്നെ പണി അറിയില്ല. ഇതാണ് അവസ്ഥ. ഇതാണ് ഇന്നത്തെ കളിയിൽ കണ്ടത്. പഞ്ചാബ് ഇങ്ങോട്ട് 3 അടിച്ചെങ്കിൽ അത് അങ്ങോട്ട് തിരിച്ചടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഫാലുവിന്റെ ഒരു ഹെഡർ മാത്രമാണ് വലയിലേക്ക് കയറിയത്. എത്ര അവസരങ്ങൾ, ഇതൊന്നും മുതലെടുക്കാൻ പറ്റുന്നില്ല. രണ്ടാം പകുതിയിൽ പഞ്ചാബ് ആണെങ്കിൽ പിന്നെ ലോങ് റേഞ്ചറുകൾക്കാണ് അധികം ശ്രമിച്ചത്. അതുകൊണ്ടായിരിക്കണം 4ാമത്തെ ഗോളിലേക്ക് അവർക്ക് എത്താൻ പറ്റാതെ പോയത്. അത് പിന്നെ കളി അരമണിക്കൂർ പിന്നിട്ട് ഉടൻ തന്നെ 3 ഗോളിന്റെ ലീഡ് നേടിയ ടീം പിന്നെ അങ്ങനെ കളിക്കും. ഇത് ഒന്നും പറഞ്ഞ് വിലയിരുത്താനില്ലാത്തൊരു കളി, അതേ പറയാനുള്ളൂ. ബ്ലാസ്റ്റേഴ്സിന്റെ മർലോണിന് റെഡ് കാർഡും കിട്ടി, 2 യെല്ലോ കാർഡായിട്ട് റെഡായി. ഏതായാലും 3-1 തോൽവി കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനോട് ഏറ്റുവാങ്ങുമ്പോൾ ജൽജോയിച്ചും അതുപോലെ ഒസൂജിയും റാവിഡസുമാണ് പഞ്ചാബിന്റെ ഗോളുകൾ കണ്ടെത്തിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ഫാലു എൻഡിയയുടെ വകയായിരുന്നു. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അജിസലും യോക്കും അതുപോലെ വിപിൻ മോഹനനും എബിൻ യേശുദാസനും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയിരുന്നത്. മറുഭാഗത്ത് സുഹൈലും റാമിഡസും ഒസൂജിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് പഞ്ചാബിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ തന്നെ സെൽക്കോവിച്ചിലൂടെ മുന്നിലെത്തി പഞ്ചാബ് FC. തുടർന്ന് 18ാമത്തെ മിനിറ്റിൽ ഒസൂജിയുടെ ഗോൾ പിറക്കുന്നു. 38ാമത്തെ മിനിറ്റിൽ റാമിഡസിന്റെ ഗോളും വന്നു. അത് ബാറിനടിച്ച് വന്ന പന്ത് പിന്നെ വലയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ 3-0 എന്ന ലീഡിലേക്ക് തന്നെ ടീമിനെ കൊണ്ടുപോയത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 3 ഗോളിന് പഞ്ചാബ് മുന്നിലായിരുന്നു. രണ്ടാം പകുതി പിന്നെ എത്ര ഗോൾ അവരടിക്കുന്നു മാത്രമേ ചോദ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാം പകുതിയിൽ എന്തുകൊണ്ടോ അവർ അധികം ലോങ് റേഞ്ചറുകൾക്കാണ് ശ്രമിച്ചത്. കളിയുടെ 65ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഹെഡറിലൂടെ ഫാലു എൻഡിയെ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിനായിട്ട് മടക്കിയത്. പിന്നീടും അവസരങ്ങൾ ഉണ്ടായിരുന്നേ, എത്ര വട്ടം എതിരാളികളുടെ ബോക്സിലേക്കൊക്കെ എത്തി. എന്നിട്ട് കൃത്യമായ ഒരു ഫിനിഷിംഗ് ടച്ച് ഒന്നും കൊടുക്കാൻ പറ്റാതെ ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച പരാജയം ഏറ്റുവാങ്ങി. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ മാർലോണിന് റെഡ് കാർഡ് കൂടി കിട്ടിയതോടെ എല്ലാം ഗംഭീരമായി വൃത്തിക്ക് പൊട്ടി. അത് പൂർത്തിയായി. ബ്ലാസ്റ്റേഴ്സ് 6 കളി 5 പൊട്ടി, ഒരു സമനില, 1 പോയിന്റ്, 13ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സിൽ എത്താം.